ജൂലിയറ്റിന്റെ പ്രണയം കേട്ടിട്ടുണ്ടാവല്ലോ. ഇതേപോലെ തന്നെ സൈക്കോളജിയിൽ റോമിയോ ജൂലിയറ്റ് എഫക്ട് എന്ന് പറഞ്ഞിട്ട് ഒരു എഫക്ട് കൂടെ ഉണ്ട്. എന്താ നോക്കിയാലോ, നമ്മളിപ്പോ ഒരാളെ പ്രേമിക്കുക വിചാരിക്കും, ഭയങ്കര സീരിയസ് റിലേഷൻഷിപ്പാണ് കേട്ടോ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം നമ്മളെ വീട്ടിൽ അറിഞ്ഞ് റിലേറ്റീവ്സ് എല്ലാവരും അറിഞ്ഞ് ഇവരെല്ലാരും ഭയങ്കരമായിട്ട് ഒപ്പോസ് ചെയ്യും. എന്ത് വന്നാലും ഈ ബന്ധം ഞങ്ങൾ സമ്മതിച്ചു തരൂല, അനക്കൊന്ന് കല്യാണം കഴിക്കാൻ പറ്റൂല, നീ ഇത് ഒഴിവാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നല്ലോണം പ്രഷർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ടൈമിൽ അക്കോർഡിംഗ് ടു ദിസ് റോമിയോ ജൂലിയറ്റ് എഫക്ട് ചുറ്റുമുള്ള ആൾക്കാരെല്ലാവരും നമ്മൾ ഒപ്പോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ പ്രേമിക്കുന്ന ആൾക്കാർക്ക് തോന്നും, എന്ത് നമ്മളെ ബന്ധം ഭയങ്കര സ്ട്രോങ് ആണ്, അവനില്ലാതെ അല്ലെങ്കിൽ അവളില്ലാതെ എനിക്ക് പറ്റില്ല, നമ്മളെ രണ്ടാളെയും റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യാൻ പുറത്ത് ആരും വന്ന് ശ്രമിച്ചാലും നടക്കില്ല, അതുകൊണ്ട് ആരൊക്കെ എന്തൊക്കെ എതിർത്താലും നമ്മൾ ഈ റിലേഷനെ മുന്നോട്ട് തന്നെ കൊണ്ടുപോകുന്നുള്ള ഒരു ചിന്തയിൽ ഇവരെന്തെയും ഒളിച്ചോടാൻ ശ്രമിക്കും. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇത് സം എക്സ്റ്റേണൽ ഫോഴ്സസ് കൊണ്ടുള്ള ഒരു ഷോർട്ട് ടേം എഫക്റ്റ് ആയതുകൊണ്ട് തന്നെ ചുറ്റുമുള്ള പ്രശ്നങ്ങളൊക്കെ കുറഞ്ഞ് നമ്മളൊരു നോർമൽ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ പണ്ട് നമുക്ക് തോന്നിയത് പോലത്തെ നമ്മളെ ബോണ്ട് ഭയങ്കര സ്ട്രോങ് ആണെന്നുള്ള തോന്നൽ കുറയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ചില കപ്പിൾസ് എങ്കിലും സെപ്പറേറ്റ് ചെയ്യാനുള്ള ചാൻസസ് ആർ ഹൈ. അപ്പൊ പറഞ്ഞു തരുന്നത് എന്താന്ന് വെച്ചാല്, പാരന്റ്സ് ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല, അവര് ഭയങ്കരമായിട്ട് ഒപ്പോസ് ചെയ്യുന്നുണ്ട് എന്ന് കരുതിയിട്ട് എടുത്തു ചാടി തീരുമാനം എടുക്കാതിരിക്കാൻ എല്ലാ ആളുകളും ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ കുട്ടികൾക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് കേൾക്കുമ്പോഴത്തേനും ചാടിക്കയറി കൊടുവാളെടുത്ത് പോകുന്ന പാരന്റ്സും ശ്രദ്ധിക്കുക. നിങ്ങളെ കുട്ടിന്റെ ലൈഫാണ് വേസ്റ്റ് ആകുന്നത്. അതുകൊണ്ട് എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കുന്നതിന് പകരം ടൈം എടുത്ത് ആലോചിച്ചിട്ട് ചെയ്താൽ പോരെ.